ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 5ാം ക്ലാസ്സിൽ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് സയൻസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് ജന്തുവിശേഷങ്ങൾ എന്നുള്ളത്. ആ ഒരു ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജീവികളെ നമുക്ക് ടോപ്പിക്ക് ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ജീവികളെ പറ്റി പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നോക്കാനുള്ളത്, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാനുള്ളത്, അടയിരിപ്പ് കാലം. ഇത് കോഴിയുടെ അടയിരിപ്പ് കാലം 21 ദിവസമാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കുക. ചെറിയ ചെറിയ എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. മറ്റുള്ളതൊന്നും ഇതിൽ എന്ത് ചെയ്യണ്ട, അത്രത്തോളം നോക്കണ്ട. അപ്പോൾ കോഴിയുടെ അടയിരിപ്പ് കാലം 21 ദിവസമാണെന്നുള്ളത് എന്ത് ചെയ്യുക, അതൊന്ന് നോക്കി നോക്കുക. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡോക്ടർ സലീം അലി, ലോകപ്രസിദ്ധനായ പക്ഷി നിരീക്ഷകനാണ് ആര്, ഡോക്ടർ സലീം അലി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 12 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അതാണ് ഏത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണെന്ന് ഓർത്ത് നോക്കണം. അതേപോലെ അത് ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണെന്നുള്ളത് എന്തുകൊണ്ട് അറിഞ്ഞിരിക്കണം. ഇനി അദ്ദേഹത്തിൻ്റെ 3 ബുക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 2 ബേർഡ്സ് ഓഫ് ഇന്ത്യയും ബേർഡ്സ് ഓഫ് കേരളം. അത് നിങ്ങൾക്ക് പക്ഷി നിരീക്ഷകനായതുകൊണ്ട് ബേർഡ്സ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് കിട്ടും. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മകഥയുടെ പേരെന്താണ്, ഒരു കുരുവിയുടെ പതനം. ഓക്കെ, ഒരു കുരുവിയുടെ പതനാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ. അപ്പോൾ 3 ബുക്കുകൾ പറഞ്ഞു, പിന്നെ ജന്മദിനം പറഞ്ഞു. ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ഓർത്ത് നോക്കണം. ഇനിയുള്ളത് ചിലതൊക്കെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ചെറിയ ചെറിയ പോയിന്റുകളാണ്. ജസ്റ്റ് എന്ത് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ് ചിലതൊക്കെ. അപ്പോൾ സാൽമൺ എന്നുള്ള മത്സ്യത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താ, മുട്ടയിടാൻ വേണ്ടിയിട്ട് ദീർഘദൂരം, അതായത് കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് ഏത്, സാൽമൺ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എന്താണ് രൂപാന്തരണം എന്നുള്ളത് എന്ത് ചെയ്യണം, പഠിച്ചു നോക്കണം. രൂപാന്തരണം എന്താണെന്നുള്ളത്. അപ്പോൾ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്തായിരിക്കില്ല, മാതൃജീവി, അതായത് അതിൻ്റെ അമ്മയോട് സാദൃശ്യമൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ എന്ത് ചെയ്യുക, വളർന്നു വരുമ്പോഴാണ് അത് അമ്മയുടെ രൂപത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമായിട്ട് വരിക. അപ്പോൾ മാതൃജീവിയുടെ സാദൃശ്യം ഇല്ലെങ്കിൽ ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണിത് ലാർവകൾ. ഈ ലാർവ അവസ്ഥയുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ എന്ത് ചെയ്യും, കടന്നു പോകും. അങ്ങനെ കടന്നു പോയിട്ട് അവസാനം എന്ത് ചെയ്യും, ഈ ഒരു മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുന്നതാണ്. അതിനെ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇത് രൂപാന്തരണം എന്നുള്ളത്. രൂപാന്തരണം. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് 2 എണ്ണത്തിൻ്റെ രൂപാന്തരമാണ് നോക്കാറുള്ളത്. ഒന്ന് കൊതുകിൻ്റെ രൂപാന്തരണം. കൊതുകിൻ്റെ രൂപാന്തരണത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വളർന്നിട്ട് ഈ ഒരു ജീവി, ഇതിനെ കൂത്താടി എന്നാണ് വിളിക്കുക. അപ്പോൾ നോർമലി എല്ലാ ഇതുപോലുള്ള ജീവികളുടെ ലൈഫിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ബട്ടർഫ്ലൈ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ എന്ത് ചെയ്യും, വ്യക്തമാവും. അപ്പോൾ ചിത്രശലഭത്തിനാണെങ്കിൽ ആദ്യം മുട്ടയിട്ട് കഴിഞ്ഞതിന് ശേഷം അതെന്താവും, ലാർവയായിട്ട് മാറും. ഇതാണ് ഒരു പുഴു ഫോമാണ് ലാർവ. ആ ലാർവ പിന്നെ അതിനുശേഷം പ്യൂപ്പയായിട്ട് മാറും. പ്യൂപ്പയാണ് എന്ത് ചെയ്യുക, ചിത്രശലഭമായിട്ട് അവസാനം മാറുന്നത്. അപ്പോൾ ഈ ഓർഡർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ അത് ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോഡ് പപ്പ എന്നുള്ളൊരു കോഡ് ഓർത്ത് വെച്ചാൽ മുട്ട, പിന്നെന്താണ് ലാർവ, പ്യൂപ്പ എന്നുള്ളത് ഓർമ്മ വരും. അപ്പോൾ മുട്ട, ലാർവ, പ്യൂപ്പ, അതിനുശേഷം ജീവിയായിട്ടാണ് മാറുക. ഇതാണ് കോമൺ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊതുകിൻ്റെ ആ ലാർവ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് കൂടി ഉണ്ട്, കൂത്താടി. അതാണ് ലാർവ സ്റ്റേജാണിത് കൊതുകിൻ്റെ, ഈ കൂത്താടി എന്നുള്ളത്. പിന്നെ അതെന്തായിട്ട് മാറും, പ്യൂപ്പയായിട്ട് മാറും. ആ പ്യൂപ്പയാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്, കൊതുകായിട്ട് മാറുന്നത്. അപ്പോൾ ആ പോയിന്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് പുഴുവിനെ പോലെയാണ്. അപ്പോൾ പൂമ്പാറ്റയുടെ രൂപാന്തര ഘട്ടത്തിൽ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ശലഭം ഉണ്ടാകുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കുക. പിന്നെ പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, രൂപാന്തരം കാണുന്നത്. പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, രൂപാന്തരണം കാണപ്പെടുന്നത്. ഇനി അതിനുശേഷം വരുന്നതാണ് ഒട്ടേറെ ശലഭങ്ങൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നത്. ജസ്റ്റ് പോയിന്റ് കാണാണ്. അതേപോലെ വംശനാശ ഭീഷണി നേരിടുന്ന മറ്റൊരു ജീവിയാണ് ഏത്, കടലാമ എന്നുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് കടലാമ. അപ്പോൾ കടലാമ കരയിലേക്ക് കയറി വന്നിട്ട് എന്ത് ചെയ്യുന്നത്, കരയിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ട് എന്ത് ചെയ്യും, ഈ മുട്ടകൾ നശിച്ചു പോകും. അങ്ങനെയാണ് വംശനാശ ഭീഷണി മെയിനായിട്ട് നേരിടാനുള്ള ഒരു കാരണം. അപ്പോൾ ഇതിലൊരു പോയിന്റ് പറയുന്നുണ്ട്. വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകൾ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യണം, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് നോക്കണം. ഇത് മാത്രം പോരാ, കോഴിക്കോട് ജില്ലയിലെ കൊളാവി എന്ന സ്ഥലവും എന്താണ്, കടലാമകൾ, നക്ഷത്രാമങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ളതാണ് കൊളാവി. വിവിധ ഇനം കടലാമകൾക്കുള്ള
എന്താണ് ഫേമസ് ആയിട്ടുള്ള എത്തുന്ന സ്ഥലങ്ങളാണ് കൊളാവി പാലം എന്നൊക്കെ ഉള്ളത്. കോഴിക്കോട് ജില്ലയാണ് വരുന്നത്. അപ്പോൾ ആ 2 പോയിന്റുകൾ ഇവിടെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എന്താണ് സസ്തനികൾ എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളൊക്കെ സസ്തനികൾ. അപ്പോൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ളവയൊക്കെ എന്താണ് മാമൽസ് ആണ് അല്ലെങ്കിൽ സസ്തനികളാണ്. അപ്പോൾ ഇവിടെ ചിത്രത്തിന് കാണാം. ഇനി അതിനുശേഷം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകളുണ്ട്. അതൊക്കെയാണ് PSC മെയിനായിട്ട് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. വവ്വാൽ എന്താണ് നമുക്ക് പക്ഷിയെ പോലെയാണ് തോന്നുന്നെങ്കിലും വവ്വാൽ എന്താണ് ഒരു സസ്തനിയാണ്. സസ്തനി വിഭാഗത്തിലാണ് വവ്വാൽ വരുന്നത്. അപ്പോൾ പറക്കുന്ന സസ്തനി ഏതാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പറക്കുന്ന സസ്തനി എന്നുള്ളത് വവ്വാലാണ് പറക്കുന്ന സസ്തനി. ഇത് സാധാരണ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് പാലൂട്ടി വളർത്തുകയാണ് ചെയ്യുക ഈ വവ്വാലുകൾ. അപ്പോൾ അതുകൊണ്ടാണ് അത് എന്താകുന്നത് സസ്തനിയായിട്ട് മാറുന്നത്. ഇനി ഇതിൽ വേറൊരു ടൈപ്പ് ഉണ്ട്. സസ്തനികൾ പൊതുവെ ഞാൻ പറഞ്ഞിട്ട് പ്രസവിക്കുകയാണെങ്കിലും ചില സസ്തനികൾ മുട്ടയിടുന്നുണ്ട്. അതാണ് ഈ 2 എണ്ണം, പ്ലാറ്റിപ്പസും അതേപോലെ എക്കിഡ്നയും. പ്ലാറ്റിപ്പസും എക്കിഡ്നയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ചെയ്യുന്നത് ഇവർ ഇത് മുട്ടയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടയിടുന്ന സസ്തനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് പ്ലാറ്റിപ്പസും എക്കിഡ്നയും. പക്ഷേ മുട്ടയിട്ട ശേഷം എന്താണ് പ്ലാറ്റിപ്പസ് എക്കിഡ്നയും മുട്ടയിടുന്ന സസ്തനികളാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ എന്താ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം പാലൂട്ടിനാണ് വളർത്തുന്നത്. അപ്പോൾ വളർത്തുന്നത് പാലൂട്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയിടുന്ന സസ്തനികളാണ് ആരെ പ്ലാറ്റിപ്പസും അതേപോലെ എക്കിഡ്നയും. അപ്പോൾ ആ പോയിന്റ് കൂടി അവിടെ നിന്ന് ഓർത്ത് വെക്കണം. ഇനി അടുത്തതിൽ ഇതൊക്കെ ചെറിയ കുഞ്ഞു പോയിന്റ്സുകളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ പ്ലനേറിയ മണ്ണിരയും അതേപോലെ പ്ലനേറിയും ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ അവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഭാഗം വളർന്നിട്ട് ഒരു പുതിയ ജീവിയായിട്ട് മാറും. അപ്പോൾ ആരും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ അത് അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് കടൽക്കുതിര ഒരു ചെറിയ കുഞ്ഞു ജീവിയാണ്. കടൽക്കുതിര മത്സ്യത്തിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞു ജീവിയാണ് കടൽക്കുതിര എന്ന് പറയുന്നത്. 7 ഇഞ്ച് മാത്രമേ വലുപ്പമുള്ളൂ. അപ്പോൾ ഈ കടൽക്കുതിരേൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കടൽക്കുതിരകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെൺ കടൽക്കുതിരകൾ ഇടുന്ന മുട്ടകൾ എന്ത് ചെയ്യണം ആൺ കടൽക്കുതിരയുടെ ഉദരഭാഗത്താണ് സൂക്ഷിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് കാണുന്ന ആൾക്ക് എങ്ങനെയാണ് തോന്നുക ആൺ കടൽക്കുതിര പ്രസവിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുക അത് തോന്നുക. പക്ഷേ നോർമലി തിരിച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രസവിക്കുന്ന പോലെ തോന്നുന്നതാണ്. ഇനി സഞ്ചി മൃഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന മൃഗങ്ങളിൽ പെട്ടതാണ് ഏത് സഞ്ചി മൃഗം അല്ലെങ്കിൽ കങ്കാരു എന്നറിയപ്പെടുന്ന സഞ്ചി മൃഗം. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന. ഇനി അടുത്തത് പ്രസവിക്കുന്ന പാമ്പുകൾ നോർമലി എന്താണ് മുട്ടയിട്ടിട്ടാണ് പാമ്പുകൾ എന്ത് ചെയ്യുക കുഞ്ഞുങ്ങളെ വിരിയിക്കുക. അപ്പോൾ ഈ അണലി പാമ്പുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് അണലി മുട്ടകൾ വിരിയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ നോർമലി കുട്ടി പുറത്തേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ അണലി പ്രസവിക്കുന്നത് പോലെ ആയിട്ടാണ് തോന്നുക. പക്ഷെ നോർമലി മുട്ടകൾ വിരിയുന്നത് ഉള്ളിൽ വെച്ചിട്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് പുറത്തേക്ക് വരുമ്പോൾ. ഇനി പവിഴപ്പുറ്റുകൾ അല്ലെങ്കിൽ കോറൽസ് എന്താണ് കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്നാണ് ഏത് വിളിക്കപ്പെടുന്നത് പവിഴപ്പുറ്റുകൾ വിളിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കോറൽസ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് നശിച്ചു പോകുന്നതിൻ്റെ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു 1997, 2008 എന്നീ വർഷങ്ങളിൽ പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ഓസ്ട്രേലിയയിൽ വരുന്നതാണ്. അപ്പോൾ ലക്ഷദ്വീപിലും പവിഴപ്പുറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. പവിഴപ്പുറ്റുകൾ നമ്മൾ മുമ്പ് ഒരു പ്രാവശ്യം ഒരു ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് കൊണ്ട് വരുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ ഇതോടെ നമുക്ക് 5th സയൻസ് ഭാഗം ശരിക്കും കഴിയും. ഇനി നമുക്ക് 6ാം ക്ലാസ്സിലെ സയൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നമുക്കൊരു അടുത്തൊരു സെഷനിലായിട്ട് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം.